പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ ഇഡലിയാണ്. ഞായറാഴ്ച ദിവസം രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിൽ രാവിലെ ഞാൻ 7 മണിയാകാതെ ഞാൻ എഴുന്നേക്കില്ല. ബാക്കി എല്ലാ ദിവസങ്ങളിലും 5 മണിക്ക് എണീക്കുന്നുണ്ടല്ലോ. പപ്പിക്ക് സ്കൂളിൽ പോകാത്ത ദിവസങ്ങളിലെല്ലാം 5 മണി. അതുകൊണ്ട് ഇന്നലെ തന്നെ ഞാൻ അരി ഉഴുന്നും എല്ലാം അരച്ച് വെച്ചിരുന്നു. രാവിലെ നന്നായിട്ടത് പൊളിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് മുമ്പേ വെച്ചു. ഇഡലി അങ്ങ് ഉണ്ടാക്കുകയാണ്. ഇഡലിത്തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇഡലിത്തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം മാത്രം, അതായത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ മാവ് കോരി ഒഴിക്കാവൂ. ഇല്ലെങ്കിൽ ഇഡലി വെന്തിളക്കുമ്പോൾ അത് ആ തട്ടിലെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. നേരത്തെ ഇഡലി ചെമ്പ് ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ച് ആവി കയറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മാവ് കോരി ഒഴിക്കുവാണ്. അങ്ങനെ ഈ മാവിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ രാവിലെ മിക്സി ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇടും. അപ്പോൾ അതിനൊരു നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ഇഡലിക്കുട്ടത്തിൽ ആവി കയറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇനി രാവിലെ ഇഡലിക്കുള്ള കൂട്ടാനെന്ന് പറയുന്നത് തേങ്ങാ ചമ്മന്തിയാണ്. ഇവിടെ ആർക്കും സാമ്പാറൊന്നും ഇഷ്ടമല്ല. അപ്പം എല്ലാവർക്കും തേങ്ങാ ചമ്മന്തിയോടാണ് പ്രിയം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ഞാനിവിടെ തിരുമ്മിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉണങ്ങിയ തേങ്ങയാണ്, വെള്ളമെല്ലാം വറ്റി ഉണങ്ങിയ തേങ്ങയാണ്. തിരുമ്മാൻ ഇച്ചിരി പാടാണ്. തിരുമ്മുമ്പോൾ അത് ഇളകി ഇങ്ങി പോരും. തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ശരിയാവുള്ളൂ. അപ്പോൾ തേങ്ങ തിരുമ്മി കഴിയുമ്പം ചിരട്ടയിൽ കുറച്ച് തേങ്ങ ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലൊരു സ്പൂൺ എടുത്ത് വെച്ച് ഇതുപോലൊന്ന് ചിരണ്ടി എടുക്കുകയാണെങ്കിൽ ആ തേങ്ങാപ്പീര മുഴുവനായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ചിരട്ട ഇപ്പോൾ ക്ലീൻ ആയില്ലേ. ഇപ്പോൾ ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഈ ഒരു മുറി തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 4 ചെറിയുള്ളി തോല് കളഞ്ഞെടുത്തതും 3 പച്ചമുളകും ആവശ്യത്തിനുപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ടിങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് കടുക് വറക്കുന്ന സമയത്ത് ഈ കൊച്ചുള്ളിയും കൂടെ ചേർത്ത് ബ്രൗൺ നിറത്തിൽ വറക്കുകയാണെങ്കിൽ അതിനകത്ത് ഉണ്ടാക്കുന്ന ഒരു തേങ്ങാ ചമ്മന്തിക്ക് ഭയങ്കര ടേസ്റ്റാണ്. പണ്ട് ഞാനിങ്ങനെ കഴിക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പോൾ ദാണ്ട് ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാം. ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എപ്പോഴും കടുക് വറുക്കാൻ നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പം നമ്മൾ അരിഞ്ഞെടുത്ത കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ഗോൾഡൻ കളറിൽ നമുക്കിത് വറക്കാം. അത് നന്നായിട്ട് വറുത്ത് കഴിയുമ്പം ഇതിലേക്ക് 2-3 വറ്റൽമുളകും കൂടെ ചേർത്തൊന്ന് മൂപ്പിക്കാം. ഇനി തീ നമുക്ക് വളരെ ലോയിലാക്കാം. നമ്മൾ അരച്ചെടുത്ത തേങ്ങ ചമ്മന്തിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തിളയ്ക്കാൻ ഇടയാവല്ലേ. തിളച്ച് കഴിഞ്ഞാൽ ഇത് ടേസ്റ്റ് പോവും. അതൊരു പിരിഞ്ഞ രീതിക്കാവും. തീ ഇനിയിപ്പോൾ ഓഫ് ചെയ്യാം. ചെറിയ ചൂട് മാത്രം മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. തേങ്ങാ ചമ്മന്തി റെഡിയായി. ഇതിൽ മുളക് പൊടി ഇടേണ്ടവർക്കും കൂടി ഇടാം കേട്ടോ. രാവിലത്തെ ഇഡലിയും തേങ്ങാ ചമ്മന്തി റെഡിയായി. എന്ത് എളുപ്പമാണ്. അടുക്കളപ്പണി വലിയ പണിയേ അല്ല.